നമസ്കാരം, ചീഫ് എഡിറ്റേഴ്സ് കോളത്തിലേക്ക് സ്വാഗതം. നിയമസഭ റേഡിയോയാണോ? ആണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഒന്നും അങ്ങോട്ട് പറയാനാകില്ല. പറയുന്നതെല്ലാം കേട്ടോളണം. എന്ത് ജനാധിപത്യമാണിത്? പ്രതിപക്ഷത്തിൻ്റെ ഈ ചോദ്യങ്ങൾ പ്രസക്തമല്ലേ? കേവലം 9 മിനിറ്റ് മാത്രം ചേർന്ന ഇന്നത്തെ സഭ പ്രതിപക്ഷ നേതാവിൻ്റെ മൈക്കും ഓഫ് ചെയ്തു. ഭരണപക്ഷം ഇങ്ങനെയൊക്കെ കാട്ടിയാൽ തിരിച്ചും അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. സർക്കാർ പരിപാടി അടക്കം ബഹിഷ്കരിക്കുക എന്ന കടുത്ത നിലപാടിലേക്ക് കടക്കുകയാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രിക്ക് ധാർഷ്ട്യമോ? വിവാദങ്ങൾ മൂടിവെക്കാൻ ശ്രമിക്കുന്നോ? വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാൻ എന്തുകൊണ്ട് സ്പീക്കർ ശ്രമിക്കുന്നില്ല? ബ്രഹ്മപുരം അടക്കമുള്ള അഴിമതി മൂടിവെക്കാൻ ഭരണപക്ഷം ബോധപൂർവം ശ്രമിക്കുന്നു. ചീഫ് എഡിറ്റേഴ്സ് കോളം ഇന്ന് വിലയിരുത്തുന്നു: നിയമസഭ റേഡിയോയോ? വിശദമായ വിലയിരുത്തലേക്ക് പോകും മുമ്പ് നമുക്കിന്ന് പ്രധാന തലക്കെട്ടുകൾ നോക്കാം. നിയമസഭ ഇന്നും സംഘർഷഭരിതം. 9 മിനിറ്റിനുള്ളിൽ സഭ പിരിഞ്ഞു. പ്രതിപക്ഷ MLA-മാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തത് നിയമസഭയിൽ ഉന്നയിച്ച് VD സതീശൻ. വാദി പ്രതിയായെന്നും പ്രതിപക്ഷം. പ്രതിപക്ഷത്തിന്റെ മൈക്ക് ഓഫ് ചെയ്ത് സ്പീക്കർ. രാഹുൽ ഗാന്ധിക്ക് ഇന്നും ലോക്സഭയിൽ സംസാരിക്കാൻ അവസരം ലഭിച്ചില്ല. ഇന്ത്യയെ വിദേശത്ത് അപമാനിച്ചതിന് മാപ്പ് പറയണമെന്ന നിലപാടിൽ ഉറച്ച് ഭരണപക്ഷം. പ്രതിപക്ഷ പ്രതിഷേധം ശബ്ദമില്ലാതെ കാണിച്ച് സൻസദ് TV. നെഹ്റു കുടുംബത്തെ പ്രധാനമന്ത്രി അപമാനിച്ചെന്ന് KC വേണുഗോപാൽ. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ സർക്കാരിന് ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ രൂക്ഷ വിമർശനം. ദുരന്തത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സർക്കാരിന്, വേണ്ടി വന്നാൽ 500 കോടി രൂപ പിഴ ചുമത്തുമെന്നും മുന്നറിയിപ്പ്. എല്ലാം ഉടൻ ശരിയാക്കുമെന്ന് സർക്കാർ സത്യവാങ്മൂലം. മുഖ്യമന്ത്രിക്കും MV ഗോവിന്ദനുമെതിരെ അപവാദ പ്രചരണം. സ്വപ്നയ്ക്കും വിജേഷിനുമെതിരെ CPM പരാതി നൽകി. മുഖ്യമന്ത്രിക്കും MV ഗോവിന്ദനും എതിരെ അപവാദ പ്രചരണം നടത്തുന്നതിൽ നടപടി വേണമെന്നും ആവശ്യം. സ്വപ്നയുടേത് മുഖ്യമന്ത്രിയെയും MV ഗോവിന്ദനെയും താറടിച്ച് കാണിക്കാനുള്ള ശ്രമമെന്നും CPM. കേരള സന്ദർശനത്തിനെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു അമൃതപുരിയിൽ മാതാ അമൃതാനന്ദമയിയെ സന്ദർശിച്ചു. അമൃതപുരി സാക്ഷ്യം വഹിച്ചത് ഭാരതത്തിൻ്റെ 2 വനിതകളുടെ കൂടിക്കാഴ്ചയ്ക്ക്. കുടുംബശ്രീയുടെ 25ാം വാർഷികം തിരുവനന്തപുരത്ത് രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ പുകഴ്ത്തി രാഷ്ട്രപതി. സ്ത്രീ സാക്ഷരത, അമ്മമാരുടെ ആരോഗ്യം, കുറഞ്ഞ ശിശുമരണം തുടങ്ങിയതിൽ കേരളം മാതൃകയെന്ന് ദ്രൗപദി മുർമു. ആറളത്ത് വിറക് ശേഖരിക്കാൻ പോയ ആദിവാസി യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നു. കൊല്ലപ്പെട്ടത് ആറളം ഫാമിലെ രഘു. ആറളം ഫാമിലെ കാട്ടാനകളുടെ ശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ. സാങ്കേതിക സർവകലാശാല VC ഡോക്ടർ സിസ തോമസിനെതിരായ സർക്കാരിൻ്റെ നടപടികൾക്ക് വിലക്ക്. കാരണം കാണിക്കൽ നോട്ടീസിലെ തുടർ നടപടികൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ വിലക്കി. സർക്കാർ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും ട്രിബ്യൂണൽ. ജനാധിപത്യം അട്ടിമറിച്ച് ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ PFI ശ്രമമെന്ന NIA. പോപ്പുലർ ഫണ്ട് നിരോധന കേസിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ NIA കുറ്റപത്രം സമർപ്പിച്ചു. പ്രതിപ്പട്ടികയിൽ 59 പേർ. ഭൂമി ഇടപാട് കേസുകളിൽ കർദിനാൾ ആലഞ്ചേരിക്ക് തിരിച്ചടി. ഭൂമി ഇടപാട് കേസുകൾ റദ്ദാക്കണമെന്ന കർദിനാൾ ആലഞ്ചേരിയുടെ ഹർജി സുപ്രീം കോടതി തള്ളി. കേസുകളിലെ നടപടികൾ തുടരും. ചീഫ് എഡിറ്റേഴ്സ് കോളം ഇന്നത്തെ പ്രധാന വിഷയത്തിന്റെ വിലയിരുത്തലിലേക്കാണ് കടക്കുന്നത്. ആദ്യം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കാണാം. മുഖ്യമന്ത്രി ഇന്നും മൗനത്തിൽ. സഭയിലെ പ്രതിപക്ഷ പ്രതിഷേധം കണ്ട മട്ടില്ലെന്ന ഭാവത്തിൽ തന്നെയാണ് പിണറായി വിജയൻ. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഇരട്ടച്ചങ്കൻ പിണറായിയുടെ നിലപാടിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് മുന്നിൽ ഇന്നും സഭ സ്തംഭിച്ചു. വെറും 9 മിനിറ്റ് മാത്രമാണ് സഭ ചേർന്നത്. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ അടിച്ചമർത്തുവാനുള്ള സർക്കാർ നീക്കത്തിന് പച്ചക്കൊടി കാണിക്കുന്ന സമീപനമാണ് സ്പീക്കർ AN ഷംസീർ കൈക്കൊണ്ടത്. ചോദ്യം ഉന്നയിക്കുവാനുള്ള പ്രതിപക്ഷ നേതാവിന്റെ സഭാവകാശത്തെ നിഷേധിക്കുകയാണ് സ്പീക്കർ ചെയ്തത്. നിയമസഭയിലുണ്ടായ സംഘർഷത്തിൽ പ്രതിപക്ഷ MLA-മാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തതുന്നയിച്ച പ്രതിപക്ഷ നേതാവിന്റെ മൈക്ക് ഓഫാക്കിയത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം കടുപ്പിക്കാനിടയാക്കി. തുടർച്ചയായ 2ാം ദിവസവും പ്രതിപക്ഷ അവകാശങ്ങൾ നിഷേധിക്കുന്നതിനാണ് സഭ സാക്ഷ്യം വഹിച്ചത്. സർ, കഴിഞ്ഞ ദിവസം നിയമസഭയ്ക്കകത്ത് നടന്ന ദൗർഭാഗ്യകരമായ സംഭവവുമായി ബന്ധപ്പെട്ട് വാദി പ്രതിയായി മാറിയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സർ, വാദികളായ 7 MLA-മാർക്കെതിരായി ഇവിടെ കലാപം നടത്തി എന്നുള്ള പേര് വരെ പറഞ്ഞുകൊണ്ടുള്ള ജാമ്യമില്ലാത്ത കേസുകൾ എടുത്തിരിക്കുക. പണ്ട് കേസെടുത്തത് എന്തിനാണെന്ന് മന്ത്രി ശിവൻകുട്ടിക്ക് തന്നെ അറിയാം.
മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്പീക്കറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. സഭയിൽ എന്താണ് നടക്കുന്നതെന്നറിയുവാനുള്ള മൗലിക അവകാശം ഓരോ സാധാരണക്കാരനുമുണ്ട്. എന്നാൽ ഇത് നിങ്ങൾ കാണണ്ട എന്ന സമീപനമാണ് സഭാ ടിവിക്ക്. നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കേണ്ട സ്പീക്കർ ആകട്ടെ സർക്കാരിന്റെ കുടപിടിക്കുകയാണ് ചെയ്യുന്നത്. പ്ലീസ് 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 ഒന്ന് സഹകരിക്കണം. പ്ലീസ് ഫ്ലോറിൽ സഹകരിക്കണം. പ്ലീസ് 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 ശ്രീ സിദ്ദീഖ് പ്ലീസ് 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 അൻവർ പ്ലീസ് 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 ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ചെയറുമായി സഹകരിക്കാതെ സഭാ നടപടികൾ തടസ്സപ്പെടുന്ന സമീപനം ബഹുമാനപ്പെട്ട പ്രതിപക്ഷാംഗങ്ങളിൽ നിന്നുണ്ടാവുന്നത് നിരാശാജനകമാണ്. അപ്പൊ സഭ സൗകര്യമായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ തുടർ നടപടികൾ കടക്കുകയാണ്. സഭാനാഥനായ സ്പീക്കറിന് മുഖ്യന് മുന്നിൽ മുട്ടിടിക്കുകയാണ്. പിണറായിയെ സംരക്ഷിക്കുവാൻ കിട്ടുന്ന അവസരമൊക്കെ നന്നായി വിനിയോഗിക്കുന്നുമുണ്ട്. ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടെന്ന് MLA-മാരെ ഓർമ്മിപ്പിക്കുന്ന സ്പീക്കറോട് നിങ്ങളുടെ പ്രവൃത്തിയും ജനങ്ങൾ കാണുന്നുണ്ടെന്ന് മറക്കാതിരുന്നാൽ നന്ന്. ചീഫ് എഡിറ്റേഴ്സ് കോളത്തിൽ ഇന്ന് എന്നോടൊപ്പം ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, സ്വാഗതം. സഭ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പ് തന്നെ ഒരു 3 ദിവസമായി സഭ പ്രക്ഷുബ്ധമാണ്. ഇന്നും സഭ അത്തരത്തിൽ തന്നെ അവസാനിച്ചു. കേവലം 9 മിനിറ്റ് കൊണ്ട് സഭാ നടപടികൾ പൂർത്തിയാക്കി സഭ പിരിയുകയാണ്. പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ തുടങ്ങുന്നു, അപ്പോൾ തന്നെ സ്പീക്കർ ഇടപെടുന്നു, നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നു, സഭ പിരിയുന്നു, മൈക്ക് ഓഫ് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് പോകുമ്പോൾ ഞാൻ ഇന്ന് ആ തുടക്കത്തിൽ പറഞ്ഞൊരു വാചകമാണ് ആദ്യം തന്നെ മുന്നോട്ട് വെക്കുന്നത്. എൻ്റെ ഒരു വാദമായി, നിയമസഭ റേഡിയോയാണോ എന്ന്. ഒരു ഭാഗം മാത്രം കേൾക്കാൻ മാത്രമാണോ ഈ സഭ എന്നുള്ളൊരു ചോദ്യം, ഒരു സംശയമാണ് എനിക്ക് ഉയരുന്നത്. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ മൈക്ക് ഓഫ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവിടെ സഭാ TV എന്ന് പറയുന്നൊരു ഒരു ഒരു ഇത് സഭയിൽ നടക്കുന്ന കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക്, ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു മാധ്യമമുണ്ട്. അതുപോലും ഓഫ് ചെയ്ത് വെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്, പ്രത്യേകിച്ചും ഈ ഏത് തരത്തിലാണ് താങ്കൾ ആ കാര്യത്തെ ഒരു ആദ്യഘട്ടം എന്ന നിലയിൽ വരുത്താൻ പോകുന്നത്? അതായത് ഒരു നിയമസഭയിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും തുല്യ പ്രാധാന്യമാണുള്ളത്. മിക്കപ്പോഴും നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ നടപ്പാകുന്നില്ല. ഇപ്പോൾ റൂൾ 50 എന്ന് പറയുന്നത് ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് സംബന്ധിച്ച് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനും അത് സംബന്ധിച്ചൊരു ചർച്ച നടത്താനും ഒക്കെ ഭരണപക്ഷത്തിരിക്കുന്ന ആർക്കെതിരെയാണോ ഏത് വിഷയത്തിലാണോ അടിയന്തര പ്രമേയം വെച്ചത് അതുമായി ബന്ധപ്പെട്ട ആ വകുപ്പുമായി ബന്ധപ്പെട്ട മന്ത്രിയോ ഉത്തരവാദിത്തപ്പെട്ടവർ സംസാരിക്കണം. എന്നാൽ ഇത് സംബന്ധിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, എനിക്ക് തോന്നുന്നു ബ്രഹ്മപുരം വിഷയം കത്തി തുടങ്ങിയ സമയം മുതൽ തന്നെ ഈ പ്രതിപക്ഷം ഇത്തരത്തിൽ അടിയന്തര പ്രമേയം കൊണ്ടുപോയിരിക്കുന്നു. ഭരണപക്ഷത്തിന് പ്രത്യേകിച്ചൊന്നും അതിനകത്ത് മറുപടി പറയാനില്ലാതെ വരുന്നു. അടിയന്തര പ്രമേയം തള്ളിക്കളയുന്നു, നിഷ്കരണം തള്ളിക്കളയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ പ്രതിപക്ഷത്തെ തീർത്തും അവഗണിക്കുന്ന ഒരു സമീപനം ഈ തുടർ ദിവസങ്ങളിൽ ഈ സ്പീക്കറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. നേരത്തെ ഞാനൊരു ചർച്ചയിൽ സൂചിപ്പിച്ചിരുന്ന പോലെ ഭരണപക്ഷത്തിലെ സ്പീക്കർ എന്ന് പറഞ്ഞാൽ തീർത്തും കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച ഒരു വിഷയം തന്നെയാണ്. ഒരു MLA-യുടെ മുഖത്ത് നോക്കി നിങ്ങൾ തോൽക്കും എന്ന് പറയുന്ന തരത്തിൽ വരെ ഇവിടുത്തെ സ്പീക്കർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ശ്രീനാഥ്, അവിടെ നമുക്കറിയാവുന്നതാണ്, കേരളത്തിലെ പുറത്ത് തമിഴ്നാടായാലും കർണാടക ആയാലും മറ്റേത് സ്റ്റേറ്റിലെയും നിയമസഭാ നടപടിക്രമങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ മാധ്യമപ്രവർത്തകർ അത് കണ്ടിട്ടുള്ളതുമാണ്, വിലയിരുത്തിയിട്ടുള്ളതുമാണ്, ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്, റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ്. ആ സഭാ നടപടിക്രമങ്ങൾ അങ്ങനെ തന്നെയല്ലേ? കാരണം ഒരു ഭരണപക്ഷത്തിൻ്റെ ഒരു വ്യക്തി തന്നെയാണ് സ്പീക്കറായി എത്തുന്നത്. പറയുന്നത് പോലെ നിഷ്പക്ഷനായി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിലും അത് ആ തരത്തിലാണ്. കാരണം ഭരിക്കുന്ന സർക്കാരിൻ്റെ അവർ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടല്ലേ? നൽകുന്നില്ല എന്ന് പറയുന്നില്ല, അങ്ങനെ വേണം, അങ്ങനെ സംഭവിക്കാറുമുണ്ട്. അത് ഈ പറയുന്ന സാർ സൂചിപ്പിച്ച പോലെ മറ്റു പല സംസ്ഥാനങ്ങളിൽ മറ്റൊരു കാര്യം ഇപ്പോൾ ഇരിക്കുന്ന UDF ആണ് ഭരണത്തിലിരുന്നെങ്കിലും ഇതേ നടപടിയല്ലേ സ്വീകരിക്കും. അതെ സാർ പറഞ്ഞത്, മറ്റു സംസ്ഥാനങ്ങളിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. UDF അധികാരത്തിൽ ഇരുന്നാലും ഇതുപോലെയൊക്കെ തന്നെ സംഭവിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ സംഭവിക്കുമ്പോഴും ഒരു സഭാനാഥൻ പുലർത്തേണ്ട ചില ജാഗ്രതകളുണ്ട്, ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരു കാരണവശാലും ആ സ്പീക്കറെ കൊണ്ട് സാധിക്കില്ല. ഒരു ജനകീയ വിഷയങ്ങളാണ് അവിടെ ഉയർത്തപ്പെടുന്നത്. ആ ജനകീയ വിഷയങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ അതിനെതിരെ, അല്ലെങ്കിൽ അത് അവതരിപ്പിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട മന്ത്രി സംസാരിക്കുന്നതിനുമുള്ള, അവരെ സംസാരിക്കാൻ അനുവദിക്കുന്നതിനുമുള്ള ധാർമ്മിക ഉത്തരവാദിത്വം എപ്പോഴും സ്പീക്കറിൽ നിക്ഷിപ്തമാണ്. ഈ സ്പീക്കറാണെങ്കിലും അതിലിരിക്കുന്ന നിയമസഭാ സാമാജികർ ഓരോരുത്തരും ഓരോ പൊതുജനങ്ങളിൽ നിന്ന് വോട്ട് നേടി സഭയിലേക്ക് എത്തിയവരാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന എന്ത് ആരോപണങ്ങളാണെങ്കിലും അത് അവതരിപ്പിക്കാനുള്ള സമയവും അനുമതിയും സ്പീക്കർ കൊടുത്തേ പറ്റൂ. കാര്യം വോട്ട് ചെയ്തവർക്ക് പ്രാധാന്യമില്ലേ സാർ അവിടെ?
തീർച്ചയായിട്ടും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. വോട്ട് ചെയ്തവർക്ക് തിരിച്ചും ഭരണപക്ഷത്തിനും അവരുടേതായ നിലപാടുകളും കാര്യങ്ങളില്ലേ? പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം തന്നെ സ്പീക്കർ പറഞ്ഞൊരു മറുപടി, ആ ഒരു മറുപടി ബ്രഹ്മപുരം വിഷയമാണല്ലോ ഇവിടെ ഇതിനൊരു തുടക്കമിട്ടത്. ബ്രഹ്മപുരം വിഷയത്തിൽ അത് ലെജിസ്ലേറ്റീവ് പ്രത്യേകിച്ചും തദ്ദേശ അല്ലെങ്കിൽ കോർപ്പറേഷൻ തലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അവിടങ്ങളിൽ ഇത് ചർച്ച ചെയ്ത് വരട്ടെ എന്ന് സ്പീക്കർ പറയുന്നതിൽ എന്താണ് തെറ്റ്? അവിടെങ്കിലും ചർച്ച ചെയ്ത് വരിക എന്നുള്ളത് മാത്രമാണോ സാർ അതിൻ്റെ ഒരു വിഷയം? ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം മഴ പെയ്തു തുടങ്ങിയപ്പോൾ അവിടെ ആസിഡിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയായിട്ട് പറയുന്നു. അപ്പം ഇത്രയേറെ ഭീതിതമായൊരു വിഷയം ആ ഒരു കോർപ്പറേഷനിൽ മാത്രം ഒതുക്കി നിർത്തുന്നതാണോ ശരിയായ നടപടി? ഇപ്പം നമുക്കറിയാം അവിടുത്തെ കോർപ്പറേഷനിൽ കൃത്യമായ അഴിമതി നടന്നിട്ടുണ്ട്, അവിടെ കൃത്യമായ സ്വജനപക്ഷപാതം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമല്ലേ സാർ? അവിടെ മാലിന്യ പ്ലാന്റിന് കരാറ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അഴിമതി നടന്നെന്നും അവിടെ രാഷ്ട്രീയ പ്രേരിതമായി തന്നെയാണ് അവർക്ക് കോൺട്രാക്ട് കൊടുത്തു എന്നുള്ള കാര്യം വ്യക്തമല്ലേ? അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ പറയുന്ന പോലെ അവിടുത്തെ ലോക്കൽ ബോഡീസ് ഇതിനെക്കുറിച്ച് കാര്യമായി അന്വേഷണം നടത്തണം, അവരിതിനകത്ത് ഇടപെടണം എന്ന് പറഞ്ഞ് ആ ഒരു ന്യായവാദത്തിൽ നിന്നും ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാരിനെ എങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കാൻ പറ്റും? അത് പ്രസക്തമായൊരു കാര്യമല്ലേ? പക്ഷേ അവിടെ മറ്റൊരു ചോദ്യം എനിക്ക് ശ്രീനാഥനോട് ഉയർത്താനുള്ളത്, അതിനെ സഭ സ്തംഭിപ്പിച്ചുകൊണ്ടാണോ ഈ സർക്കാരിന് ഇത്രയും അധികം അവസരങ്ങൾ, അല്ലെങ്കിൽ അവർ ഈ ചർച്ചയെ കഴിഞ്ഞ ദിവസം എന്താണ് സാർ ആ സഭയിൽ ഉണ്ടായത്? കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് സഭയിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ സഭയെ നടുത്തളത്തിൽ ഇറങ്ങുക എന്ന് പറയുന്ന ഇന്നോ ഇന്നലെയോ നടക്കുന്ന കാര്യമല്ലല്ലോ. ഇതിനു മുമ്പ് ഇതേ ഭരണപക്ഷം പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഇതേ പാർട്ടിക്കാർ തന്നെ സഭയിൽ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? അതിന് ക്ലീൻ ചിറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് സത്യവാങ്മൂലം സമർപ്പിച്ചതല്ലേ? ഞങ്ങളാരും ഇത് ചെയ്തിട്ടില്ല, നാട്ടുകാർ മുഴുവൻ കണ്ട ഒരു സംഭവത്തിൽ ഞങ്ങളാരും ഇത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടല്ലേ അവിടെ സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നത്. അപ്പം അത്ര പോലും ഉത്തരവാദിത്വം അന്ന് കാണിച്ചില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ആ സംഭവം സ്വയം ഏറ്റെടുക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അന്ന് ഞങ്ങൾ ഇതൊക്കെ കാണിച്ചിരുന്നു, സഭയിൽ കാണിച്ചിരുന്നു എന്ന് പറയാൻ പോലും ആകാത്ത ഇന്ന് മന്ത്രിസഭയിലിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് അന്ന് കാണിച്ചിരുന്നത്. അപ്പം ഈ സാഹചര്യം വിലയിരുത്തുമ്പോൾ ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. സഭ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് നേരത്തെ ഏതെല്ലാം സമയങ്ങളും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നമുക്ക് നോക്കിയാൽ കാണാം. സരിത വിഷയം ഉയർന്നു വന്ന സമയത്ത് എന്തെല്ലാമാണ് ഇവിടെ കാണിച്ചു കൂട്ടിയത്. പക്ഷേ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. താങ്കൾ പറയുന്നത് പോലെ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിന് LDFിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായ പ്രതിഷേധങ്ങൾ നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ അതേപോലെ ആവർത്തിക്കാനാണോ അവർ ശ്രമം നടത്തേണ്ടത്? അതുപോലെ ആവർത്തിച്ചില്ലല്ലോ സാർ. ഇപ്പം നടുത്തളത്തിലേക്ക് ഇറങ്ങി അവർ പ്രതിഷേധം അറിയിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സംഭവമല്ല. നമുക്ക് നേരത്തെ ഈ കേരളത്തിൻ്റെ നിയമസഭ ഉണ്ടായ കാലഘട്ട ചരിത്രം മുഴുവൻ അങ്ങനെ തന്നെയാണ്. പ്രതിപക്ഷത്തിന് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്, സർക്കാർ ചെയ്യുന്ന തെറ്റായ സമീപനങ്ങളെ വിമർശിക്കാനുള്ള അധികാരം പ്രതിപക്ഷത്തിനുണ്ട്. അത്തരത്തിൽ അങ്ങനെ വിമർശിക്കുകയും അതിനെതിരെ സംസാരിക്കുകയും ചെയ്യുന്നവരെ വായടപ്പിക്കുന്ന സമീപനമാണോ സർ ശരി? അല്ല, വായടപ്പിക്കാനല്ലല്ലോ. അവിടെ പ്രധാനമായിട്ട് സ്പീക്കർ റൂളിംഗ് നൽകുന്നു. ഈ പറഞ്ഞതുപോലെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനു മുമ്പും അടിയന്തര പ്രമേയം ആവശ്യമുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ചിരുന്നു. പക്ഷേ എല്ലാത്തിനും സഭയ്ക്ക് സഭയുടേതായ ചില തീരുമാനങ്ങളുണ്ട്, നടപടിക്രമങ്ങളുണ്ട്. അപ്പോൾ റൂൾ 15 അത് ശ്രീനാഥ് പറഞ്ഞ പോലെ പ്രതിപക്ഷത്തിൻ്റെ ഒരു അവകാശമാണ്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാം അവതരിപ്പിക്കാം, എല്ലാം അവകാശമായി സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് അതിനകത്തൊരു വിഷയമുണ്ട് സർ. കാര്യം ഇതിനു മുൻപ് അവതരിപ്പിച്ചിട്ടുള്ള വിഷയങ്ങൾ പലതും മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ കഴിയുന്നതായിരുന്നു. മുഖ്യമന്ത്രി അതിന് വ്യക്തമായ മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആരോഗ്യമന്ത്രിയും ഓരോ മന്ത്രിമാരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അതത് വകുപ്പുകളുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ അടിയന്തര പ്രമേയങ്ങളിൽ കൃത്യമായ മറുപടി എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഈ അവസരത്തിൽ മുഖ്യമന്ത്രി പ്രധാനമായും മൗനമായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ല, ഏതിനും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട വ്യക്തിയാണോ മുഖ്യമന്ത്രി? എന്തെല്ലാം വിഷയങ്ങൾ സർ ഉത്തരം പറയേണ്ടതുണ്ട്? ഇപ്പം ബ്രഹ്മപുരത്തിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് എന്താ കൃത്യമായി വിശദമായി തന്നെ പ്രസ്താവന നിയമസഭയിൽ തന്നെ വായിച്ചത്? എന്ത് പ്രസ്താവനയാണ് സർ വായിച്ചത്? എന്ത് പ്രസ്താവനയാണ്? അതൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പറയേണ്ട പ്രസ്താവനയാണ്. ഞങ്ങൾ അത് ചെയ്തു, ഇത് ചെയ്തു, അവിടെ ഫയർ ഫൈറ്റ് ചെയ്ത ഉദ്യോഗസ്ഥരെ ഞാൻ അഭിനന്ദിക്കുന്നു, ഞങ്ങൾ അന്വേഷണം നടത്തും. ഇതൊക്കെ ആർക്കും പറയാൻ പറ്റും? ഒരു കവലപ്രസംഗത്തിൽ പോലും ഇത് പറയാൻ പറ്റും, ഞങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കും. എന്തുകൊണ്ട് തുടക്കം മുതലുള്ള ആൾക്കാർക്കെതിരെ നടപടിയെടുത്തില്ല? അവിടെ അഴിമതി നടന്നു എന്നുള്ളത് എന്തുകൊണ്ടാണ് അഴിമതി നടന്നു എന്ന് അറിഞ്ഞിട്ട് പോലും അതിനൊരു ശക്തമായ നടപടിയെടുക്കാത്തത്? അവിടെ കൃത്യമായ അഴിമതിയല്ല സാർ നടന്നിരിക്കുന്നത്. നഗരസഭയെ കൃത്യമായും സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, മന്ത്രിമാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള അന്വേഷണത്തോടും സഹകരിക്കുമെന്നുള്ള തരത്തിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. പ്രത്യേകിച്ചും കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി ആരോപണങ്ങളാണ് അവിടെ പ്രധാനമായി വരുന്നത്. CPM-ന്റെ ചില നേതാക്കളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വരുന്നു എന്നുള്ള കാര്യത്തിൽ ഞാൻ തർക്കമൊന്നും ഉന്നയിക്കുന്നില്ല. അത്തരം ആരോപണങ്ങൾ ഉണ്ട് താനും, അത് ഞാൻ അംഗീകരിക്കുകയും ചെയ്യുന്നു. എങ്കിൽ കൂടിയും ആ തലത്തിൽ നിന്ന് വരേണ്ട ഒരു കാര്യത്തെ സഭയിൽ കൊണ്ടുവന്ന് ഇത്രയധികം ബഹളമുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് ശ്രീനാഥ് മറ്റൊരു സംശയം കൂടി തോന്നുന്നു. അതായത്
ഇതിപ്പോൾ അടിയന്തര പ്രമേയത്തിനുപരി സബ്മിഷനുകൾ മറ്റ് ഈ സഭയിൽ ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള മറ്റവസരങ്ങളും ഉണ്ടല്ലോ. ശ്രദ്ധ ക്ഷണിക്കൽ വെറും മറുപടി ഇല്ലാതെ പോകുന്ന കാര്യമല്ലേ ശ്രദ്ധ ക്ഷണിക്കലിൽ അവിടെ ആരും ഉത്തരവാദിത്തപ്പെട്ട ആരും മറുപടി പറയുന്നില്ലല്ലോ. അത് മാത്രമല്ല, സ്പീക്കർക്കെതിരെ പ്രതിഷേധം ഉണ്ടാകാൻ എന്തായിരുന്നു കാര്യം? സ്പീക്കർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗം പോലും സംസാരിക്കാത്ത രീതിയിൽ ആ രീതിയിൽ തരംതാണ് നിന്നുകൊണ്ട് നിങ്ങൾ അടുത്ത തവണ ജയിക്കില്ല എന്നൊരു MLA യുടെ മുഖത്ത് നോക്കി പറയുകയാണ് ചെയ്തത്. അപ്പോൾ ആ രീതിയിൽ സംസാരിച്ച ഒരു സ്പീക്കർക്കെതിരെ പ്രതിഷേധിക്കുകയാണ് ചെയ്തത്. ഭരണപക്ഷത്തിരിക്കുന്ന ഒരു മന്ത്രി മുഹമ്മദ് റിയാസ് അവിടെ നിന്നുകൊണ്ട് എന്താ പറഞ്ഞത്? പ്രതിപക്ഷത്തിരിക്കുന്നവർ വാഴപ്പിണ്ടി നട്ടലുമായിട്ട് നടക്കുന്നവരാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതിനെതിരെ അവർ പ്രതിഷേധിക്കും, 100% ഉറപ്പാണ്. കാര്യം ഒരുപാട് വിഷയങ്ങളിൽ പ്രതിപക്ഷത്തിൻ്റെ നിലപാടുകൾ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷം അവരെടുത്തിട്ടുള്ള നിലപാടുകൾ, അവരുടെ സമീപനങ്ങൾ, ഇതെല്ലാം നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയും നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഈ രീതിയിൽ മുഹമ്മദ് റിയാസ് ഒരു പ്രസ്താവന ഇറക്കുന്നു. ഈ പ്രസ്താവനയെ കണ്ടം തുണ്ടം എതിർത്തുകൊണ്ട് VD സതീശൻ രംഗത്ത് വരുന്നു. ഇത് സ്വാഭാവികമായ നടപടിയാണ്. ഈ പറഞ്ഞതിനെതിരെ സ്പീക്കർക്കെതിരെ പ്രതിഷേധം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇത് നേരെ തിരിച്ച് ഈ പ്രതിപക്ഷത്ത് ഇരിക്കുന്ന LDF ആയിരുന്നെങ്കിൽ ഇതായിരിക്കും അവിടെ നടക്കുന്ന സമരമുറ? ഇതൊന്നും ആയിരിക്കത്തില്ല. അല്ല, അത് സമ്മതിച്ചു. കാരണം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ നടപടിക്രമങ്ങളനുസരിച്ച് അന്വേഷണം ഉണ്ടാവും, കേസുണ്ടാവും. കേസൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന പോലെ 7 MLA-മാർക്കെതിരെ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നു എന്നൊക്കെ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതെ, ഇതിനു മുമ്പ് നടന്ന വലിയൊരു സംഭവത്തിലും പ്രതിപക്ഷം ഇത്തരം നിലപാട് തന്നെയല്ലേ അന്ന് സ്പീക്കർ സ്വീകരിച്ച നിലപാട് വളരെ മോശമായി പോയി. അവിടെ സഭാ TV-യിൽ അങ്ങനെയുള്ള റെക്കോർഡുകളൊന്നും കൊടുക്കാത്ത ഒരു സമീപനം ഉണ്ടായി. സഭയിൽ നടക്കുന്ന എന്ത് കാര്യത്തിനും ഉത്തരവാദി സ്പീക്കറാണ് എന്ന് അങ്ങനെ റൂളിംഗ് ഉണ്ടല്ലോ സർ. സഭയിൽ നടക്കുന്ന എന്ത് നടപടികൾക്കും അതിൻ്റെ ഉത്തരവാദി കൃത്യമായി അതിൻ്റെ മറുപടി പറയാനുള്ളതും അതിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടതും ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ സ്പീക്കറാണ്. ആ സ്പീക്കറെ തടഞ്ഞു വയ്ക്കുകയും സ്പീക്കർക്കെതിരെ സമരം നയിക്കുകയും ചെയ്തു. സമരം നയിച്ചവർക്കെതിരെ അവിടെ സമരം നയിച്ചവരും ഭരണപക്ഷത്തുള്ളവരും ഭരണപക്ഷ MLA-മാരും തമ്മിൽ അടിയുണ്ടായി എന്നുള്ളത് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. എല്ലാ മാധ്യമങ്ങളിലും അതിൻ്റെ വിഷ്വലുകൾ പുറത്തു വന്നതാണ്. ആ സമയത്ത് സഭാ TV-യിൽ ഒന്നും വന്നിട്ടില്ല. സഭാ TV-യിൽ അത്തരം വിഷയങ്ങൾ വരുന്നതേ ഇല്ല. ഇത് നേരത്തെ ഉണ്ടായിരുന്ന LDF നടത്തിയ സമരങ്ങളുടെ ഇത് തന്നെ റെക്കോർഡ്സുകൾ തന്നെ ഇപ്പം സഭാ TV-യിൽ ഇല്ല. അല്ലേ, അങ്ങനെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് പാർലമെന്റിലേക്കും പോകേണ്ടി വരും. പാർലമെന്റിൽ ഇന്നപ്പോൾ മൈക്ക് ഓഫ് ചെയ്യുന്നു. രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ കഴിയാത്ത അവസരം വരുന്നു. അതെ, അത് ഞാൻ പറഞ്ഞു വരുന്നത് അത് പിന്നെ ഒരു സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും അതെ. ഈ രീതിയിലായാലും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും ഭരിക്കുന്ന സർക്കാരുകൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ സ്പീക്കറുടെ ഭാഗത്തു നിന്നുണ്ടാവും. അങ്ങനെ കണ്ടാൽ പോരെ ഇതിൽ നിന്നുള്ളതാണ് ഞാൻ. അല്ല, ഇത് വളരെ ക്രൂഷ്യലായ വിഷയങ്ങളിലാണ് അദ്ദേഹം. ഇപ്പൊ രാഹുൽ ഗാന്ധി മറ്റു സ്ഥലത്ത് പോയിട്ട് ഇന്ത്യയെ അപകീർത്തിപ്പെടുന്ന തരത്തിൽ സംസാരിച്ചു എന്നത് പറഞ്ഞിട്ടാണ് സഭയിൽ വിഷയം ഉണ്ടായത്. അതേസമയം ഇവിടെ ഉണ്ടാകുന്ന വിഷയം അതല്ല, അത് ഭരണപക്ഷത്തിന്റെ വിഷയമാണത്. ഭരണപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന വിഷയമാണ്, അല്ലാതെ പ്രതിപക്ഷം ഉയർത്തിയ വിഷയമല്ല. ഭരണപക്ഷം തന്നെയാണ് പ്രതിപക്ഷത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്, രാഹുൽ ഗാന്ധിക്കെതിരെ തിരിഞ്ഞിരിക്കുന്ന ഭരണപക്ഷമാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി സംസാരിക്കേണ്ട എന്ന് പ്രതിപക്ഷത്തെയാണ് വിലക്കിയത്. ഭരണപക്ഷം തീരുമാനിച്ചതാണ്. ഭരണപക്ഷത്തിന്റെ ആവശ്യം നടപ്പിലാക്കാൻ ഇത് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇവിടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മപുരത്ത് അത്രയും വിഷയം ഉണ്ടായതും ജനിതക വൈകല്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഭാവിയിൽ നേരിടാൻ സാഹചര്യമുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും മുഖ്യമന്ത്രി കൃത്യമായ മൗനം പാലിക്കുന്നു. ഈ സ്വപ്ന കേസിൽ കഴിഞ്ഞ ദിവസം സ്വപ്ന നടത്തിയ വെളിപ്പെടുത്തലുകൾ, ഇത് ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് MP ഗോവിന്ദനാണ്. MP ഗോവിന്ദൻ്റെ പേര് വലിച്ചിഴച്ചു. തൊട്ടടുത്ത നിമിഷം അടുത്ത ആൾ വരികയാണ്. അടുത്ത സ്വപ്ന വീണ്ടും വന്നിട്ട് പറയുകയാണ്, ഞാൻ MP ഗോവിന്ദനെ എനിക്ക് അറിയില്ല എന്ന് പറയുന്നു. MP ഗോവിന്ദൻ്റെ പേര് പരാമർശിച്ചു പോവുക മാത്രമാണ് ചെയ്തതെന്ന് കൃത്യമായി സ്വപ്ന പറയുന്നു. ശരിക്കും ആരാണ് ഇതിൽ കുറ്റാരോപിതനായി വരുന്നത്? കുറ്റാരോപിതനായി വരുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. പിണറായി വിജയനെതിരെയാണ്. അല്ല, പറഞ്ഞതുപോലെ സ്വപ്ന ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. CPM നേതാക്കൾ പ്രത്യേകിച്ച് MP ഗോവിന്ദൻ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ യാത്രക്കിടയിൽ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. വിശദമായി തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞു. മാനനഷ്ടത്തിനും അതുപോലെ തന്നെ നഷ്ടപരിഹാരത്തിനുമായി 2 കോടി രൂപ കേസ് ഫയൽ ചെയ്തു, അവർ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടു തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞു. ഇവിടെ ഇന്നിപ്പോൾ CPM ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. അതെ, അത് അന്വേഷണം നടത്തുന്ന നമ്മളുടെ സന്തോഷം എന്ന് പറയുന്ന അവിടുത്തെ തളിപ്പറമ്പ് ബ്രാഞ്ച് സെക്രട്ടറി ഒരു പരാതി തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. അവർ ഇപ്പം തൽക്കാലം അന്വേഷണം FIR ഇടുന്നില്ല എന്നുള്ള തീരുമാനത്തിലെത്തി. കൂടുതൽ നിയമോപദേശം കിട്ടിയതിന് ശേഷം മാത്രമേ അതിനകത്ത് നിയമ നടപടി സ്വീകരിക്കാൻ FIR ഇടാൻ കഴിയൂ എന്ന് അവർ പറയുന്നു. തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ ഏരിയ സെക്രട്ടറിയോട് പറയുകയാണ്. അപ്പോൾ അവിടെ അതിൻ്റെ അന്വേഷണം ആ വഴിക്ക് നടക്കും. തന്നെയുമല്ല, ഇതിൽ സ്വപ്ന പറഞ്ഞിരിക്കുന്നതിൽ ഈ പറയുന്ന മാനനഷ്ട കേസ് കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ മുഖ്യമന്ത്രിയാണ്. കാര്യം മുഖ്യമന്ത്രിക്ക് സ്വർണ്ണക്കടത്ത് കേസിൽ പങ്കുണ്ട് എന്നതിൻ്റെ തെളിവാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം മുഖ്യമന്ത്രിക്ക് അതിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് സ്വപ്ന സുരേഷാണ്. അല്ല, സ്വപ്നയുടെ വാക്കുകൾ മാത്രം കേട്ടുകൊണ്ടെന്ന് നമുക്ക് അങ്ങനെ അല്ല, എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിന്നെ ഒരു ഡിഫമേഷൻ കൊടുക്കുന്നില്ല? ഇപ്പം MP ഗോവിന്ദൻ മാസ്റ്റർ കൊടുത്തു.
CPM സെക്രട്ടറിയുടെ പേര് അതിനകത്തുനിന്ന് സൂചിപ്പിച്ചു വി പോയപ്പോൾ ഗോവിന്ദന്റെ പേര് അതിൽ സൂചിപ്പിച്ചു പോയി. മുഖ്യമന്ത്രിയുടെ പേരുകൾ കഴിഞ്ഞ കുറെ നാളുകൊണ്ട് പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിന് എത്ര പ്രാവശ്യം മറുപടി പറഞ്ഞു കഴിഞ്ഞു? മറുപടി പറയുകയല്ല സർ, ഇതിനകത്ത് മറുപടിയാണോ ആവശ്യം? ഇപ്പൊ MV ഗോവിന്ദൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. MV ഗോവിന്ദൻ മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും MV ഗോവിന്ദൻ അടുത്ത ടേൺ ചെയ്ത് ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യുകയാണ് ചെയ്തത്. മാനനഷ്ട കേസ് ഫയൽ ചെയ്തു, അതിന്റെ നോട്ടീസ് സ്വപ്നയ്ക്ക് കിട്ടുകയും ചെയ്തു. അപ്പോഴാണ് സ്വപ്നയുടെ പുതിയ വെളിപ്പെടുത്തലും പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി സഭയിൽ സംസാരിച്ചിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രി കഴിഞ്ഞ കുറെ നാളുകളായി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ സ്വപ്നവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. സ്വപ്നയ്ക്ക് എന്താണ് ഇത് കൂടുതലായി ഇപ്പോൾ അവതരിപ്പിച്ച കാര്യം? എന്താണ് മുഖ്യമന്ത്രിക്കെതിരായി കൂടുതൽ ആരോപണങ്ങൾ ഏത് തരത്തിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്? നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ചെമ്പിനകത്ത് ബിരിയാണി ചെമ്പിനകത്ത് സ്വർണം കടത്തി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നേരത്തെ സ്വപ്നം പറഞ്ഞിട്ടുള്ളതൊക്കെ തന്നെയാണ്. പക്ഷേ ആ സമയത്ത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഞാനത് ചെയ്തിട്ടില്ലെന്നും എല്ലാ ജനങ്ങൾക്കറിയാം എന്ന് പറയുന്ന ഒരൊറ്റ വാക്കിലാണ് മുഖ്യമന്ത്രി പലപ്പോഴും സംസാരം അവസാനിപ്പിക്കുന്നത്. അല്ലാതെ ഇത് അങ്ങനെ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അതിനെതിരെ ഞാൻ നിയമ നടപടിക്ക് പോകുന്നു. എന്തുകൊണ്ട് ഒരു സ്റ്റേറ്റ് ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് അവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ കഴിയാത്തത്? ഇത്രയും അപകീർത്തികരമായ പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ട് അവരെ ഈ മുഖ്യമന്ത്രിയുടെ പേരിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പേരിലും വളരെ മോശമായി സംസാരിച്ചിട്ട് പ്രതികരിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്ന് മനസ്സിൽ തോന്നിയതുകൊണ്ടാണെങ്കിലോ? പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യുന്നതിൽ എന്താ പ്രശ്നം? അല്ലെങ്കിൽ അതിനെ പരസ്യമായി എന്തുകൊണ്ട് ഒരു ഡിബേറ്റിന് തയ്യാറാവുന്നില്ല? മുഖ്യമന്ത്രി പലപ്പോഴും അതിൽ നിന്ന് ഇത്തരം വിഷയങ്ങളിൽ നിന്ന് പലപ്പോഴും മാധ്യമപ്രവർത്തകർ ചോദിച്ചാൽ പോലും മുഖ്യമന്ത്രി ഒരു ചിരിച്ചിരിക്കും. ചിരിച്ചിട്ട് അല്ലെ അവരോട് ചോദിക്കണം, അവർ പറഞ്ഞ കാര്യം അവരോട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി പതുക്കെ അതിൽ നിന്ന് സ്കിപ്പാവുകയാണ് ഇപ്പം നിലവിൽ കണ്ടുവരുന്ന ഒരു സാഹചര്യം. അല്ലാതെ ആദ്യം കുറച്ച് നാൾ അതിനെയൊക്കെ എതിർത്തിരുന്നു. ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതെല്ലാം ജനങ്ങൾക്കറിയാം എന്ന് പറയുന്നത് തരത്തിലേക്ക് മാറി. ഇനിയിപ്പോൾ ആ രീതിയിൽ കണ്ണുപൊത്താൻ പറ്റത്തില്ല ജനങ്ങളുടെ. എന്തിനും ഏതിനും മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി കാണും. കാരണം പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇത് വർഷങ്ങളായി നടക്കുന്ന ഒരു സംഭവമാണ്. അതുപോലെയാണോ? ഇതൊരു ഗുരുതരമായ ആരോപണമല്ലേ? ബിരിയാണി ചെമ്പിൽ ഉയർന്നിരിക്കുന്ന ഗുരുതരമായ ഒരു ആരോപണമല്ലേ? അതായത് മുഖ്യമന്ത്രി ഇടപെട്ടിട്ടായിരിക്കണമല്ലോ അവിടെ MV ഗോവിന്ദൻ മാസ്റ്റർ ഒരു പാർട്ടി സെക്രട്ടറി, മുഖ്യമന്ത്രി പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ സെക്രട്ടറി ഒരാളെ കൊലപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്. വധഭീഷണിയാണ് മുഴക്കിയത്. ഈ പറയുന്ന രേഖകളെല്ലാം ഏൽപ്പിച്ച് അതിലെ രസകരം അതിനകത്ത് ക്ലൗഡിൻ്റെ ആക്സസ് വരെ അവർ ഈ ഡേറ്റ ശേഖരിച്ച് വെച്ചിരിക്കും, ക്ലൗഡിൻ്റെ ആക്സസ് വരെ കൊടുക്കുക, എന്നിട്ട് നാട് വിട്ടുകൊള്ളുക, അല്ലെങ്കിൽ കൊന്നുകളയും. ഇതായിരുന്നല്ലോ ഭീഷണി. ഇത്രയും വലിയ ഗുരുതരമായ തെറ്റല്ലേ ചെയ്തിരിക്കുന്നത്? നേരത്തെ ചെമ്പ് കടത്തി അല്ലെങ്കിൽ സ്വർണ്ണം കടത്തി എന്ന് പറയുന്നത് അന്വേഷണം ED നടത്തുന്നുണ്ട്, മറ്റു തലത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ അന്വേഷണങ്ങളെല്ലാം തുടരുന്നതിനിടയിൽ പുതിയ വെളിപ്പെടുത്തലുകൾ മാത്രം വരുന്നു. പക്ഷേ എന്താണ് ഇതിൽ സംഭവിച്ചതെന്ന് കൃത്യമായി കണ്ടത് ഈ അന്വേഷണ ഏജൻസികൾക്ക് പോലും കഴിയും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ആദ്യം ഈ ജൂലൈ 15 2020 ജൂലൈ 15 ശരിക്കും ഈ ഒരു കേസ് നടക്കുന്നത്. ഇത്രയും സ്വർണം കേരളത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും സ്വർണം ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുവന്നു. തിരുവനന്തപുരം എയർപോർട്ടിലൂടെ നയതന്ത്ര ബാഗേജിലൂടെ കടത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് അന്നേ ദിവസമാണ്. അന്ന് തന്നെ തുടർന്നുള്ള വാർത്തകൾ വന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളി വന്നിരുന്നു എന്നുള്ള വിവരവും പുറത്തു വന്നു. എന്നിട്ട് അത് തെളിയിക്കുന്ന അല്ലേ സർ പിന്നീട് നടന്ന 2 അറസ്റ്റുകൾ നടക്കുന്നത്? ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ശിവശങ്കർ പിടിയിലാവുന്നു. അതോടൊപ്പം തന്നെ ഈ അടുത്ത സമയത്ത് CM രവീന്ദ്രൻ പിടിയിലാവുന്നു. ഇത് രണ്ടും സൂചിപ്പിക്കുന്ന സ്വപ്ന എന്ന് പറഞ്ഞ സത്യമാണെന്നല്ലേ? അപ്പോൾ ഇത്രയും തെളിവുകൾ നമ്മുടെ കൺമുമ്പിൽ നിൽക്കുകയാണ്. ഇതിനകത്ത് പലരും അതിനകത്ത് കുറ്റക്കാരുമായി മാറുന്നു. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വരുമ്പോൾ പിന്നെ മുഖ്യമന്ത്രിക്കെതിരെ ഈ വന്ന ആരോപണത്തെ ഏത് രീതിയിലാണ് മുഖ്യമന്ത്രി ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. അതിന് ഇനിയിപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണോ പ്രതിരോധ ജാഥ എന്നും അറിയുന്നില്ല. ശരി, എന്തായാലും ഞാൻ ഒരു ചെറിയൊരു ഇടവേള നമുക്ക് ആവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം എന്തായാലും വിശദമായി തന്നെ ഈ വാദമുഖങ്ങളിലേക്ക് പോകാം. ഏത് തരത്തിലാണ് ഈ വിഷയം ഇനി വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുക എന്നുള്ളതും അതുപോലെ തന്നെ ഇപ്പോൾ ഏത് തരത്തിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും നമുക്ക് കൃത്യമായി തന്നെ വിശകലനം ചെയ്യേണ്ട ഒരു ചെറിയ ഇടവേള. സംസ്കാരശുദ്ധിയുള്ള വിദ്യാഭ്യാസത്തിന്റെ ചവിട്ടുപടിയിൽ നിങ്ങൾക്കൊപ്പം ശ്രീ ഗോകുലം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മുടെ ഇന്നത്തെ വിശകലനം തുടരുകയാണ്. അതിനോടൊപ്പം ശ്രീനാഥുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ ഒരു ചോദ്യം ഇതായിരുന്നു,
നിയമസഭ റെഡിയാണോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചോദ്യം. അതെ അതെ. പക്ഷേ ആ ചോദ്യത്തിൽ ഒന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ വിശദമായ ചർച്ചകളിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രധാനമായും ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണല്ലോ ശ്രീനാഥ് പറഞ്ഞു വന്നുകൊണ്ട്. അതെ അതെ അതെ. അപ്പോൾ ഞാൻ ഉന്നയിച്ചൊരു വാദമുഖം അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നൊരു സംശയം, ഇത് കുറേ നാളുകളായി ഈ വിഷയം ചർച്ച ചെയ്ത് വരുന്നു. സ്വപ്ന ഓരോ ദിവസവും ഓരോ വെളിപ്പെടുത്തൽ നടത്തുന്നു. അതിൽ കഴമ്പുണ്ടിൽ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊന്നും ഞാനൊരു ജഡ്ജ്മെൻറ്റ് നടത്താൻ തയ്യാറല്ല. കാരണം അവർ പറയുന്നതിൽ കുറേയൊക്കെ വസ്തുത ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. പക്ഷേ ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ടാർഗറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന തരത്തിലേക്ക് പോകുന്നില്ലേ എന്നുള്ളതാണ് ഉയരുന്നൊരു സംശയം. അത് പാർട്ടി നേതാക്കൾ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. മറ്റ് ചിലരെങ്കിലും നിഷ്പക്ഷരായിട്ടുള്ള ചിലരെങ്കിലും ഉന്നയിക്കുന്നൊരു ചോദ്യം പ്രസക്തമല്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു. അത് ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ടാവാം. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഒരു പക്ഷേ അതൊക്കെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ടാവാം. ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിൻ്റെ ഒരു സത്യാവസ്ഥ ആരും ബോധ്യപ്പെടുത്തുന്നില്ല എന്നുള്ളതല്ലേ ഒരു പ്രസക്തമായ ചോദ്യം. ആരും അതിനെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. മുഖ്യമന്ത്രി പലതവണയായിട്ട് അതിനെ ഒപ്പോസ് ചെയ്തു. ഇനി മുഖ്യമന്ത്രി മടുത്തിട്ടാണോ ഇനി മിണ്ടായിരിക്കുന്നത് എന്നുള്ള അറിയില്ല. എന്നാൽ പോലും മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് വളരെ വ്യക്തമായൊരു വാദമുഖം, അതിൻ്റെ നേരെ തിരിച്ച് ഒരു തെളിവ് കൊടുക്കാൻ പറ്റുന്നില്ല. ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് തന്നെ ഇരിക്കട്ടെ. പിന്നെ ഈ പറയുന്ന നയതന്ത്ര ബാഗേജ് വഴി വന്ന സ്വർണം ഇത് ആരുടെ പേരിലാണ് ഇവിടെ എത്തുന്നത്? അതൊരു ചോദ്യമല്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൃത്യമായി പ്രിൻസിപ്പൽ സെക്രട്ടറി വിളിച്ചിരുന്നു എന്നുള്ള കാര്യം തെളിവല്ലേ? അപ്പം ഇതെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് അവസാനം എത്തി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് കൃത്യമായ ഒരു വെളിപാടില്ല, അല്ലെങ്കിൽ കൃത്യമായ ഒരു വാദത്തിലേക്കോ അല്ലെങ്കിൽ എതിർവാദത്തിലേക്ക് എത്താൻ മുഖ്യമന്ത്രി കൊണ്ട് കഴിയാതെ പോകുന്നു. അതിന്റെ ഒരു ബാക്കി പത്രമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സഭയിൽ. മുഖ്യമന്ത്രിക്ക് പലപ്പോഴും മറുപടി ഇല്ലാതാവുകയാണ്. അല്ലാതെ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്ന പോലെ തന്നെ ഇദ്ദേഹത്തെ ചട്ടവുമാക്കിക്കൊണ്ട്, സ്പീക്കറെ ചട്ടവുമാക്കിക്കൊണ്ട് സഭാ നടപടികൾ. ഞാൻ വീണ്ടും ഉന്നയിക്കുന്ന ഒരു വാദം, ഈ പ്രതിപക്ഷ ഇക്കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ താല്പര്യപ്പെടുന്നു. പ്രത്യേകിച്ചും ജനങ്ങൾക്കിടയിൽ ഈ ഒരു വിഷയം സജീവമായി ചർച്ച ചെയ്ത് നിർത്താൻ താല്പര്യപ്പെടുന്നു. ഉണ്ട്, തീർച്ചയായിട്ടും. ഭരണപക്ഷത്തിന് താല്പര്യമില്ല. മുഖ്യമന്ത്രിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും വീണ്ടും ഇത് ആവർത്തിക്കാൻ എന്തുള്ളത് എന്നുള്ളൊരു ചിന്തയാകില്ലേ? ഉണ്ട് സർ, ഇനിയുണ്ട്. കഴിഞ്ഞ തവണ ആരോഗ്യമന്ത്രിക്കെതിരെ വന്ന ഗുരുതരമായ ഒരു ആരോപണം ഉണ്ടായിരുന്നു. ഗുരുതരമായ ആരോപണം ഇവിടുത്തെ ഇന്ന് നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസം തന്നെ IMA ഇന്ന് പണിമുടക്ക് കഴിഞ്ഞിട്ട് നിൽക്കുന്നൊരു സമയമാണ്. അന്ന് കെ ബി ഗണേഷ് കുമാർ ഭരണപക്ഷ MLA ആണെന്ന് ആലോചിച്ച് നോക്കണം. കെ ബി ഗണേഷ് കുമാർ സഭയിൽ ഉന്നയിച്ച വിഷയം വളരെ പ്രസക്തമായ വിഷയം തന്നെയാണ്. ആ വിഷയത്തെക്കുറിച്ച് മുഖ്യമന്ത്രിക്കൊന്നും പറയാനില്ല. ആരോഗ്യമന്ത്രി എന്ത് പറഞ്ഞു? അത് പിന്നീട് മറ്റൊരു തരത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യുകയും അതിനെ വളച്ചൊടിച്ചുകൊണ്ട് IMA ഇന്ന് സമരം നടത്തി. അപ്പം ഈ രീതിയിൽ പല മറുപടികളും അർഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, ഈ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ഇതൊക്കെ മറുപടി പറയേണ്ട മന്ത്രിമാർ മിണ്ടാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ആരും ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് പറഞ്ഞില്ല? ലോക്കൽ ബോഡി ആണെങ്കിൽ അതിനൊരു മന്ത്രിയില്ലേ? MP രാജേഷല്ലേ അതിൻ്റെ മന്ത്രി? പുള്ളി അദ്ദേഹം നേരത്തെ സ്പീക്കറായിട്ടിരുന്ന ഒരാളല്ലേ? അദ്ദേഹം അതിനെക്കുറിച്ച് എന്ത് മറുപടിയാണ് പറഞ്ഞത്? MP രാജേഷ് ഇതുമായി കൃത്യമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബ്രഹ്മപുരം വിഷയത്തിലടക്കം അദ്ദേഹം കൃത്യമായ വിശദീകരണം അവിടെ എത്തി അവിടെ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ കൃത്യമായ വിശകലനങ്ങൾ നടത്തിയതാണ്. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്നുള്ളത്. കാരണം ഇതിന് പിന്നിൽ കൃത്യമായ ഒരു അന്വേഷണം ആവശ്യമാണ്. എന്തായാലും മുഖ്യമന്ത്രി പോയി തീയിട്ടു എന്നോ അല്ലെങ്കിൽ മന്ത്രിമാർ പോയി തീയിട്ടതോ വഴിയില്ല. ഇതിലെന്തോ അട്ടിമറി നടത്തിയിട്ടുണ്ട്. ഇത് ചില താല്പര്യങ്ങൾ മുൻനിർത്തി തന്നെയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. വ്യക്തമാണ് സർ, അത് വ്യക്തമാണ്. കാര്യം ഈ അവരുടെ കോൺട്രാക്ട് അവസാനിക്കാൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ സമയത്താണ് അവിടെ തീയിടലുണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ ആ തീ ഇട്ടു എന്ന് പറയുന്നില്ല, അവിടെ അഗ്നിബാധ ഉണ്ടായിരിക്കുന്നത്. അതിനകത്തിലെ കരാറിനകത്തിലെ പ്രത്യേക ക്ലോസ് എടുത്ത് പരിശോധിക്കുമ്പോൾ ഇവർക്ക് പ്ലാന്റിന് പുറത്ത് നടക്കുന്ന ഒരു അപകടങ്ങൾക്കും പ്ലാന്റിന്റെ നടത്തിപ്പുകാരായ കരാറുകാർ ഉത്തരവാദികളല്ല എന്ന് വ്യക്തമായി നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ക്ലോസ് വന്നിട്ടുണ്ട്, അവരുടെ കരാറിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ സാഹചര്യം കൂടെ പരിഗണിക്കുമ്പോൾ ഇതിനകത്തൊരു അട്ടിമറി സാധ്യത എങ്ങനെയായാലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായൊരു നടപടി ഉണ്ടാവണമെന്ന് മാത്രമാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം സഭയിൽ ബഹളമുണ്ടായി, അടികൊണ്ടു. KK രമയെ പോലൊരു വനിതാ MLA കൈക്ക് ഒടിവ് പറ്റി. ഈ സമയത്ത് കേസെടുത്തിരിക്കുന്നത് വാച്ചാൻ വാർഡിനെതിരെ ജാമ്യം കിട്ടുന്ന വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം പ്രതിപക്ഷ MLA-മാർക്കെതിരെ ജാമ്യം കിട്ടാത്ത വകുപ്പ് ചുമത്തി 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പ് ചുമത്തിയിട്ടാണ് അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അല്ല, വാച്ചാൻമാടിന് നേരെ പാഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത്തരത്തിലല്ലേ കേസെടുക്കാൻ പറ്റൂ? അല്ല, ആ രീതിയിൽ അക്രമം നടന്നു. അപ്പോൾ KK രമയ്ക്കെതിരെ KK രമയുടെ കൈ ഒടിഞ്ഞ എങ്ങനെ? ആ കൈ ഒടിഞ്ഞതിനെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല? കാരണം വാച്ചാൻമാട് എന്ന് പറയുന്നത് പോലീസ് തന്നെയാണ്. അത് സ്പീക്കറുടെ ഓഫീസിലേക്ക് ഒരു ജാഥ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാർച്ച് വരുമ്പോഴോ അല്ലെങ്കിൽ ആ ഓഫീസിലേക്ക് ഒരു ഉപരോധം വരുമ്പോഴോ അത് തടയപ്പെടുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്വമാണ്. അല്ലെങ്കിൽ അവർക്ക് അവരുടെ പണി നഷ്ടപ്പെടും. പക്ഷേ സച്ചിൻ ദേവിന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്.
പിന്നെ ഭരണപക്ഷത്തുള്ള സച്ചിൻ ദേവ് ഇന്ന് കൃത്യമായി MLA യുടെ പേര് മാധ്യമങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആറ് ഞങ്ങൾ MLA-മാരുടെ ചെയ്തതൊന്ന് വീഡിയോ സഹിതം പുറത്തു വിടും. എന്തിനും മൊബൈൽ ഉണ്ടായിരുന്നല്ലോ അവരുടെ കയ്യിൽ. അപ്പോൾ അത്തരം വീഡിയോ പുറത്തു അത്രയും വീഡിയോകൾ പുറത്തു വന്നല്ലോ. ഇവിടെ KK രമയുടെ കൈ ഒടിഞ്ഞു. അവർ കൈ ഒടിഞ്ഞതിന്റെ വിവരം വന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അവർക്കെതിരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല ഇതുവരെ? ഈ കൈ ഒരു സ്ത്രീക്കെതിരെ ഒരു ആക്രമണം നടന്നപ്പോൾ ആ ആക്രമണത്തെക്കുറിച്ച് എന്തുകൊണ്ട് വിശദമായ അന്വേഷണം നടത്തുന്നില്ല? അതിന് അവർ പറഞ്ഞു കാണുമല്ലോ പ്രതി ആരെന്ന്. ആ പ്രതിയെക്കുറിച്ച് എന്തുകൊണ്ട് അന്വേഷണം നടത്തുന്നില്ല? അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു കേസെടുക്കാത്തത് എന്ത് ഇതുവരെ? അങ്ങ് ഒരു കേസ് ഉണ്ടായിട്ടില്ല. പിന്നീട് അനുരഞ്ജനത്തിന്റെ ഒരു പാതയിലേക്ക് ഈ സ്പീക്കർ മാറി. അല്ല, അവിടെ ആ ഒരു പോയിന്റിലേക്ക് ഞാൻ വന്നതുകൊണ്ട് തന്നെ ഇന്ന് കെ രാധാകൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ട് VD സതീശനുമായിട്ട് സംസാരിച്ചു. കാര്യങ്ങൾ സംയമനത്തോട് പോകണമെന്ന് ഭരണപക്ഷം ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വിഷയം നിർബന്ധമായും സഭയിൽ ചർച്ച ചെയ്തേ ഞങ്ങൾ മതിയാകൂ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രിക്ക് ധാർഷ്ട്യം എന്ന് പറയുന്നതിന് പോലെ തന്നെയല്ലേ പ്രതിപക്ഷത്തിനും ധാർഷ്ട്യം എന്ന് പറഞ്ഞ വലിയ ധാർഷ്ട്യം ഉണ്ടാവും. ധാർഷ്ട്യത്തിൻ്റെ ഒരു സാധ്യതയുണ്ട്. സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച തന്നെയാണ്. ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഇവർക്കെതിരെ വ്യക്തമായി ജാമ്യം കിട്ടാത്ത രീതിയിൽ അവർക്കെതിരെ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് അവർക്കെതിരെ കേസെടുത്തു. ഈ കേസെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അതും അർദ്ധരാത്രിയിൽ 1 മണിക്ക് ശേഷമാണ്. 1 മണിക്ക് ശേഷമാണ് ഇവർക്കെതിരെ കേസെടുക്കാനുള്ള തീരുമാനം വരുന്നത്. ഈ സാഹചര്യത്തിൽ ഇവർ ഏത് രീതിയിലാണ് ഒരു അനുരഞ്ജന ചർച്ചയിലേക്ക് പോകേണ്ടത്? എന്ത് പറഞ്ഞുകൊണ്ട് അവർക്കൊരു അനുരഞ്ജന ചർച്ച നടത്താൻ പറ്റും? ഇവരുടെ MLA-മാർക്കെതിരെ കേസ് പോകുമ്പോൾ അതിന് ഒരു പോസിബിലിറ്റി ഇല്ല. ഇനിയൊരു അനുരഞ്ജന ചർച്ച എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ല. സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എന്തായാലും ഒരു പക്ഷം ഉണ്ടാവും. അത് ഭരണപക്ഷത്തിൻ്റെതായ ഒരു പക്ഷം പിടിക്കൽ ഈ കാര്യത്തിൽ എന്തായാലും നടക്കുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പിന്നെ അവിടെ ഒരു അനുരഞ്ജന ചർച്ച ഏത് രീതി സാധ്യമാകും? പരസ്യമായി വിഴുപ്പലക്കൽ ആരംഭിച്ചു കഴിഞ്ഞു. അല്ല, ആ ചർച്ചയിലേക്ക് പോയി സഭയിൽ വീണ്ടും ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു അവസരം ഭരണപക്ഷം തന്നെ ചെയ്തു കൊടുക്കുകയല്ലേ? നമുക്ക് കാര്യങ്ങൾ സംയമനത്തോടെ പോകാം. ഇല്ല, എനിക്ക് തോന്നുന്നില്ല സാർ ഇനി അങ്ങനെ ഒരു സംഭവിക്കുമെന്ന്. ഈ രീതിയിൽ ഇനി ഒരു അടിയന്തര പ്രമേയത്തിനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഈ വിഷയങ്ങളിൽ നിന്ന് ഇനിയും ഭരണപക്ഷം ഒളിച്ചോടുന്ന വിഷയങ്ങൾ തന്നെയാണ്. അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പ്രതിപക്ഷത്തിനെതിരെ വലിയൊരു ആരോപണം വന്നത് തിരുവനന്തപുരത്തുള്ള ഒരു പെൺകുട്ടിക്ക് നേരെ ഉണ്ടായ അതിക്രമത്തിനെതിരെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസാരിച്ചത്. ആ പെൺകുട്ടിയെ അതിക്രൂരമായി ഉപദ്രവിച്ചതിൻ്റെ വിശദാംശങ്ങളാണ് പറഞ്ഞത്. അത് മാത്രമല്ല, ഉപദ്രവിച്ചവർക്കെതിരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്ന് കൂടി പറഞ്ഞ്. അപ്പം ഈ രീതിയിൽ കേരളം ഗുണ്ടായിസത്തിൻ്റെയും ലഹരിക്കടത്തിൻ്റെയും ഒക്കെ ഒരു ഭാഗമായി മാറുമ്പോഴും ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് കൈയും കെട്ടി നോക്കി നിൽക്കുന്നു എന്നുള്ളൊരു സമീപനത്തിലേക്കാണ് എത്തുന്നത്. ഇവിടെ സാധാരണക്കാരനെ പിടിച്ചു പറിക്കാൻ ഇവിടുത്തെ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് കൈയും കാലും ഒക്കെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് മറ്റുള്ളവരെ പിടിച്ചു കിട്ടുന്നില്ല? അതൊരു ചോദ്യമല്ലേ? പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ ആ ഒരു ചോദ്യം തന്നെയാണ്. അപ്പം അത്തരത്തിലുള്ള പ്രമേയങ്ങളാണ് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. പൊതുജനത്തെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും ഒരു നിയമസഭയിൽ ചർച്ച ചെയ്യപ്പെടണം. അതുമായി ഉത്തരവാദിത്തപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ അതിന് മറുപടി പറയുകയും വേണം. പല കാര്യങ്ങളിലും മുഖ്യമന്ത്രിയുടെ ഈ ഒരു മൗനം വളരെ വളരെ പ്രശ്നത്തിലേക്ക് തന്നെ. അല്ല, എന്തിനും ഏതിനും മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പല കാര്യങ്ങളിലും മുഖ്യമന്ത്രി കൃത്യമായി മറുപടി പല പ്രാവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് കേൾക്കണമെന്ന് ചാട്ടിയും പിടിക്കുന്ന ഇന്നലെ തന്നെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചൊരു കാര്യം കൂടിയുണ്ട്. മുഖ്യമന്ത്രിയുടെ മൗനം വേറെ പല കാര്യങ്ങൾ കൊണ്ട് ആകാം എന്ന് ഇന്നലെ ഇവിടെ സംസാരിച്ചിരുന്നു. ഇന്നലത്തെ ചർച്ചയിൽ അത് വന്നിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രി ഈ രീതിയിൽ തന്നെ ഒരു മൗനം അവലംബിക്കും ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിലും. നാളെ ഇനിയിപ്പോൾ എന്റെ പിടി അയഞ്ഞു എന്നുള്ളൊരു തോന്നലാവാനുള്ള സാധ്യതയുണ്ട്. കാര്യം എല്ലാം കൈവിട്ടു പോയി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം. ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ മറ്റു മന്ത്രിമാരെ നിലക്കിരുത്താൻ പറ്റുന്നില്ല. ഏറ്റവും വലിയ പരാജയം എവിടെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ പക്വതയില്ലാത്ത മന്ത്രിമാർ മന്ത്രിസഭയിൽ വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വീഴ്ച. ആരോഗ്യവകുപ്പാണെങ്കിലും നോക്കാം, പൊതുമരാമത്താണെങ്കിലും നോക്കാം, നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ പാർട്ടി തലത്തിൽ വിലയിരുത്തുന്ന അങ്ങനെയല്ല, അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു. പ്രതിപക്ഷം അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുമായിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം പ്രവർത്തനങ്ങൾ നടക്കും. അല്ല സാർ, ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കഴിഞ്ഞ ദിവസം KV ഗണേഷ് കുമാർ 13-ാം തീയതി ഇങ്ങനെ രീതി സംസാരിച്ചു? ഈ രീതിയിൽ അതിന് മറുപടി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീണ ജോർജ് പറയുന്ന ആരോഗ്യരംഗം ഇപ്പോൾ 1-ാം സ്ഥാനത്താണെന്നാണ് പറഞ്ഞത്. എവിടെ 1-ാം സ്ഥാനം? നമുക്കറിയാവുന്നതല്ലോ വാർത്തകൾ എന്തൊക്കെയാണ് വരുന്നതെന്ന്, ആരോഗ്യരംഗത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ. അപ്പം അതിനെ വേറെ രീതി ഡൈവേർട്ട് ചെയ്തൊക്കെ പോയി ഇന്ന് IMAയുടെ സമരവും കൂടെ നടന്നു. അപ്പം ഈ ഒരു സാഹചര്യമൊക്കെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. എന്തായാലും ഈ പറഞ്ഞതുപോലെ സഭ പ്രക്ഷുബ്ധം തന്നെയാണ്. ഈ നമ്മുടെ ഒരു ചോദ്യം നിയമസഭ റേഡിയോ ആണോ, ആർക്കും ഒന്നും പറയാൻ പറ്റില്ലേ, ഒരു ഭാഗത്തു നിന്നുള്ളത് മാത്രം കേൾക്കുകയാണോ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ ഉന്നയിച്ചത്. ഞാൻ അക്കാര്യങ്ങൾ താങ്കളോട് അവതരിപ്പിക്കുകയായിരുന്നു. അതിനുള്ളൊരു വിശകലനം തന്നെയാണ് നമ്മൾ നടത്തിയത്. വീണ്ടും ഇനിയിപ്പോൾ സഭ തിങ്കളാഴ്ചയെ ചേരുള്ളൂ. അതെ, ഒരു ചർച്ചയ്ക്കുള്ള ഒരു അനുരഞ്ജനത്തിനുള്ളൊരു സാധ്യത സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുകയും ചെയ്യുന്നു. പക്ഷെ അത് എത്രത്തോളം പ്രതിപക്ഷം ആ അനുരഞ്ജനത്തിന് തയ്യാറാകുമെന്നുള്ളത് തരത്തിൽ ഇപ്പോൾ ശ്രീനാഥ് പറഞ്ഞതുപോലെ തന്നെ ചില സംശയങ്ങൾ അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. എന്തായാലും
ജനങ്ങൾക്ക് ആവശ്യമായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ മറുപടി വേണം. അത് മുഖ്യമന്ത്രി തന്നെ പറയണം എന്ന നിർബന്ധം അവിടെ വീണ്ടും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ വിഷയം നമുക്ക് വരും ദിവസങ്ങളിലും, പ്രത്യേകിച്ചും അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ഇന്ന് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ, പ്രത്യേകിച്ചും KPCC പ്രസിഡന്റ് അടക്കം പറഞ്ഞിരിക്കുന്നത് സഭയെ വളരെയധികം വിമർശിച്ചുകൊണ്ടാണ്. ചൊറിയണം അടക്കം നട്ടുപിടിപ്പിക്കുന്ന തരത്തിലൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. എന്തായാലും നമുക്ക് ഇന്നത്തെ ചീഫ് എഡിറ്റേഴ്സ് കോളം ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നമസ്കാരം. നമസ്കാരം.